ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ ലഭ്യമായാൽ വിതരണത്തിന് തെരഞ്ഞെടുപ്പിന് സമാനമായ മുന്നൊരുക്കം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. കേരളത്തിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.32%. ചികിത്സയിലുള്ളത് 96,000-ലേറെ പേർ. മർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. ഐപിഎല്ലിൽ ചെന്നൈയ്ക്കെതിരെ ഡൽഹിക്ക് തകർപ്പൻ ജയം. ശിഖർ ധവാന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. കോവിഡ് വാക്സിൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്ക് അത് എത്രയും വേഗം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലെ പരിചയസമ്പത്ത് ഉപയോഗിച്ച് വാക്സിൻ വിതരണത്തിന് കാര്യക്ഷമമായ സംവിധാനം തയ്യാറാക്കണമെന്ന് കോവിഡ് സ്ഥിതിഗതികൾ സംബന്ധിച്ച അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, നാനാത്വവും കണക്കിലെടുത്ത് വാക്സിൻ സമയബന്ധിതമായി എല്ലായിടത്തും എത്തിക്കുന്ന കാര്യം ആസൂത്രണം ചെയ്യണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, കോവിഡ് വാക്സിന്റെ നിർമ്മാണം, വിതരണം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരും ഗവേഷകരും അയൽരാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ മാത്രം മുന്നിൽ കാണുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തരുതെന്നും ലോകത്തിന് മുഴുവൻ വാക്സിനും മരുന്നും ഐടി സംവിധാനങ്ങളും വാക്സിൻ വിതരണ സംവിധാനങ്ങളും കൈമാറാൻ തയ്യാറെടുപ്പ് നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്തെ കോവിഡ് പ്രതിദിന കേസുകൾ കുറഞ്ഞുവരികയാണ്. മരണനിരക്കും കുറഞ്ഞു. ഉത്സവകാലത്ത് സാമൂഹ്യ അകലം, മുഖാവരണം ധരിക്കൽ എന്നിവയിൽ ഇളവ് വരുത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. 3 കോവിഡ് പ്രതിരോധ വാക്സിനുകൾ വികസനത്തിന്റെ അന്തിമഘട്ടത്തിലാണ്. ഇതിൽ 2 എണ്ണം രണ്ടാം ഘട്ടത്തിലും 1 എണ്ണം മൂന്നാം ഘട്ടത്തിലേക്കും കടന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, നീതി ആയോഗ് ആരോഗ്യ വിഭാഗം അംഗം, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ സ്പുട്നിക് 5-ന് ഇന്ത്യയിൽ പരീക്ഷണാനുമതി. ഇന്ത്യൻ മരുന്ന് കമ്പനിയായ ഡോക്ടർ റെഡ്ഡീസിന്റെ അപേക്ഷയിലാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയത്. റഷ്യയിൽ ഇതിന്റെ 1ഉം 2ഉം ക്ലിനിക്കൽ പരീക്ഷണം പൂർത്തിയായിരുന്നു. നിലവിൽ 3ാംഘട്ട പരീക്ഷണമാണ് റഷ്യയിൽ തുടരുന്നത്. കോവിഡ് മഹാമാരി മുഖ്യ ചർച്ചാ വിഷയമാകുന്ന ഗ്രാൻഡ് ചലഞ്ചസ് ആനുവൽ മീറ്റിംഗ് 2020-നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 7:30-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. മഹാമാരിയെ നേരിടുന്നതിനെക്കുറിച്ചും പ്രതിസന്ധിക്ക് ശേഷം നടപ്പാക്കേണ്ട സുസ്ഥിര വികസന പദ്ധതി സംബന്ധിച്ചുമാകും സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യുക. ആരോഗ്യ വികസന മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ചാണ് കഴിഞ്ഞ 15 വർഷമായി ഗ്രാൻഡ് ചലഞ്ചസ് ആനുവൽ മീറ്റിൽ ചർച്ച ചെയ്യുന്നത്. 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ ലോക നേതാക്കളടക്കം 40 രാജ്യങ്ങളിൽ നിന്നുള്ള 1600 പ്രതിനിധികൾ പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,99,00,000 കടന്നു. മരണസംഖ്യ 11 ലക്ഷം കവിഞ്ഞു. 2,98,00,000-ലധികം പേരാണ് ഇതുവരെ രോഗമുക്തരായത്. ആകെ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. മൈസൂർ സർവകലാശാലയുടെ ശതാബ്ദി ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:15-ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് അഭിസംബോധന. 1916 ജൂലൈ 27-നാണ് മൈസൂർ സർവകലാശാല സ്ഥാപിച്ചത്. രാജ്യത്തെ 6ാമത്തെയും കർണാടകത്തിലെ ആദ്യ സർവകലാശാലയുമാണ് ഇത്. രാജ്യത്തെ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ജനങ്ങളുമായി സംവദിക്കും. ഇന്ന് വൈകിട്ട് 5-ന് ഫേസ്ബുക്ക് ലൈവിൽ ലഭ്യമാകും. ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായവും ചോദ്യങ്ങളും പങ്കുവയ്ക്കാനാകുമെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. ബീഹാറിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. 94 മണ്ഡലങ്ങളിലേക്ക് 1698 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നവംബർ 3-നാണ് വോട്ടെടുപ്പ്. അതേസമയം 78 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന 3ാംഘട്ട തെരഞ്ഞെടുപ്പിൽ ഇതുവരെ 143 സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായാൽ എൻഡിഎയിൽ നിന്ന് പുറത്തുപോകുമെന്ന് എൽജെപി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ വ്യക്തമാക്കി.
തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ചില്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാനാണ് താൽപര്യപ്പെടുന്നതെന്നും അദ്ദേഹം പറ്റ്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.32%. സംസ്ഥാനത്ത് 52,067 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഇന്നലെ 9,016 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 3 ജില്ലകളിൽ രോഗികളുടെ എണ്ണം 1000 കടന്നു. 26 മരണങ്ങൾ കൂടി ഇന്നലെ സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1,139 ആയി. 7,991 പേർ ഇന്നലെ രോഗമുക്തി നേടി. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് കാലം ചെയ്തത്. 13 വർഷമായി മാർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയാണ്. ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം 2007-ലാണ് ഡോക്ടർ ജോസഫ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത സ്ഥാനത്തെത്തുന്നത്. ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരങ്ങളിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഡൽഹി ക്യാപിറ്റൽസും വിജയം നേടി. വിശദാംശങ്ങളിലേക്ക്. ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഡൽഹി ക്യാപിറ്റൽസ് 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ശിഖർ ധവാന്റെ കന്നി സെഞ്ചുറിക്കും ഇന്നലെ മത്സരം വേദിയായി. 58 പന്തിൽ നിന്ന് ഒരു സിക്സും 14 ഫോറും അടക്കം 101 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ശിഖർ ധവാനാണ് ഡൽഹിയുടെ വിജയത്തിന് നെടുന്തൂണായത്. ചെന്നൈ ഉയർത്തിയ 180 റൺസ് വിജയലക്ഷ്യം ഒരു പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. 5 പന്തിൽ നിന്ന് 3 സിക്സർ എടുത്ത് 21 റൺസുമായി അക്ഷത് പട്ടേൽ പുറത്താകാതെ നിന്നു. ചെന്നൈയ്ക്കായി 4 ഓവർ എറിഞ്ഞ ദീപക് ചാഹത്ത് 18 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തിരുന്നു. ഇന്നലത്തെ ജയത്തോടെ 9 മത്സരങ്ങളിൽ നിന്ന് 7 ജയങ്ങളുമായി 14 പോയിന്റ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തി. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് റോയൽ ചലഞ്ചേഴ്സ് പരാജയപ്പെടുത്തിയിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 177 റൺസ് എടുത്തപ്പോൾ ബാംഗ്ലൂർ 2 പന്ത് ബാക്കി നിൽക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഐപിഎല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യത്തെ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ. അബുദാബിയിൽ വൈകിട്ട് 3:30-നാണ് മത്സരം. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-ന് രണ്ടാമത്തെ മത്സരവും നടക്കും. മുംബൈ ഇന്ത്യൻസും കിങ്സ് 11 പഞ്ചാബും തമ്മിലാണ് മത്സരം. രാജ്യത്തെ 9 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഖേലോ ഇന്ത്യ മികവ് കേന്ദ്രങ്ങൾ നവീകരിക്കാൻ കായിക മന്ത്രാലയം തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ചണ്ഡിഗഡ്, ഗോവ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പുതുച്ചേരി, ത്രിപുര, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലെ ഖേലോ ഇന്ത്യ മികവ് കേന്ദ്രങ്ങളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. മുൻ വർഷങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. കോവിഡിനെ തുടർന്ന് 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് വിമാന സർവീസുകൾ ഈ മാസം 28-ന് പുനരാരംഭിക്കും. പ്രത്യേക എയർ ബബിൾ സംവിധാനത്തിന് കീഴിലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത്. ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ ഖ്വാമർ ജാവേദ് ബാജ്വയാണ് തന്റെ സർക്കാരിനെ അട്ടിമറിച്ചതെന്ന് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആരോപിച്ചു. നീതിന്യായ കോടതിയെ സമ്മർദ്ദത്തിലാക്കി 2018-ൽ ഇമ്രാൻഖാൻ സർക്കാരിനെ അധികാരത്തിലെത്തിച്ചതും സൈനിക മേധാവിയായിരുന്നുവെന്ന് ലണ്ടനിൽ നിന്ന് വീഡിയോ ലിങ്കിലൂടെ പ്രതിഷേധക്കാരുമായി സംവദിക്കവെ അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിൽ പ്രളയബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നാളെ സന്ദർശിക്കും. സോലാപൂരിൽ എത്തുന്ന അദ്ദേഹം നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ ശേഷം ഗ്രാമീണരുമായി ആശയവിനിമയം നടത്തും. ഉദ്യോഗസ്ഥരുമായും ശ്രീ ഉദ്ധവ് താക്കറെ ചർച്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിൻ ലഭ്യമായാൽ വിതരണത്തിന് തെരഞ്ഞെടുപ്പിന് സമാനമായ മുന്നൊരുക്കം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. കേരളത്തിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.32%. ചികിത്സയിലുള്ളത് 96,000-ലേറെ പേർ. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. ഐപിഎല്ലിൽ ചെന്നൈയ്ക്കെതിരെ ഡൽഹിക്ക് തകർപ്പൻ ജയം. ശിഖർ ധവാന് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 10:15-ന്.